സജിത ഈ പറഞ്ഞ പോലെ ഈ ഫോറം കേരള സ്നേഹസല്ലാപം ഉള്ള പണ്ടത്തെ ഈ ഫേസ്ബുക്കിന് മുമ്പുള്ള ഫോറംസിലൊക്കെ ഈ ഇതേപോലെ ട്രോൾസ് അല്ലെങ്കിൽ ക്രിറ്റിസൈസ് ചെയ്തിട്ടുള്ള സംഭവങ്ങളൊക്കെ ഒരുപാട് പണ്ട് വന്നിട്ടുണ്ട് ഈ ഫേസ്ബുക്കിന് മുമ്പ്. അപ്പോൾ അന്ന് കുറച്ചും കൂടി ഒരു ഈ പേഴ്സണൽ ഇതിനകത്തേക്ക് അധികം അങ്ങനെ ആരും ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ ആ ഫോറത്തിലും ആക്റ്റീവായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഫേസ്ബുക്കിൽ ഇപ്പോഴത്തെ ഒരു സമയത്ത് കുറച്ച് എല്ലാവരെയും കുറേ പേഴ്സണൽ ഹരാസ്മെന്റിൽ കുറച്ച് കൂടുതൽ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ ആക്ച്വലി ഈ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെ ഇപ്പൊ എന്റെ ഇൻസ്റ്റാഗ്രാമിന്റെ ഫോളോവേഴ്സ് എനിക്ക് അറിയില്ല എന്താണ് കുറഞ്ഞു വരുന്നതെന്ന്. അതായത് ഇപ്പൊ എനിക്ക് 1,00,000 പേരാണ് ഫോളോവേഴ്സ് എങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് നോക്കുമ്പോൾ 98,000 മാറുന്നു. ഇത് എന്താണ് പരിപാടി എന്നറിയില്ല. അപ്പം ഞാനപ്പോ അന്വേഷിച്ചു. അപ്പൊ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് നമ്മൾ ഈ റെഗുലറായിട്ട് എന്തെങ്കിലുമൊക്കെ പോസ്റ്റ് ചെയ്തോണ്ടിരിക്കണം. പിന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഈ പറഞ്ഞു കേട്ടത് ടൈറ്റിൽ ഒന്നും ഈ എഴുതാത്ത ഫോട്ടോസാണ് കൂടുതൽ റീച്ച്. പിന്നെ നമ്മൾ റീൽസ് ചെയ്യണം. അപ്പം റീൽസ് ഒന്നും എന്റെ അങ്ങനെ ഏരിയ അല്ല. എനിക്ക് ഞാൻ ചെയ്തു റീൽസ് ഒക്കെ ചെയ്തത്. അപ്പൊ അത് കാരണം അതൊന്നും പറ്റില്ല. എന്റെ മോള് ഇപ്പൊ ചെയ്യുന്നുണ്ട്. അവള് കുഴപ്പമില്ലാണ്ട് ചെയ്യുന്നുണ്ട്. സ്റ്റാർട്ടർ ആണല്ലോ. അപ്പൊ അതുകൊണ്ട് കുറച്ച് കുട്ടികളെ കാണും. പക്ഷെ അവൾക്ക് റെഡി ആയിക്കോളും. അപ്പം ആ ഒരു ഏരിയ അപ്പൊ ഞാൻ എന്റെ സിനിമകൾ മാത്രം പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു ഇതായിട്ടാണ് ഞാൻ സോഷ്യൽ മീഡിയ വച്ചിരിക്കുന്നത്. നിങ്ങളിപ്പോ എന്റെ പോസ്റ്റുകൾ കണ്ടറിയാം. ഞാൻ എന്റെ ഫാമിലി പിക്ചേഴ്സ് പോലും പോസ്റ്റ് ചെയ്യാറില്ല. അങ്ങനെ വല്ലപ്പോഴും ഒക്കെ ചെയ്യാറുള്ളൂ. എന്റെ സിനിമ പേരെഴുതാത്ത ഫോട്ടോസ് പോലും വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ടായിരിക്കും എന്റെ ഫോളോവേഴ്സ് ഇങ്ങനെ കുറഞ്ഞു വരുന്നത്. എന്നാൽ മറ്റേ നമ്മുടെ നോട്ടിഫിക്കേഷനിൽ കാണുന്നുണ്ട് 150 പീപ്പിൾ ഫോളോ ചെയ്യുന്നു. പക്ഷെ 1000 കുറയുകയാണ് അപ്പോഴത്തേക്കും. ഇതെന്താണ് ഇത് മായാജാലം എനിക്ക് ഇതിനായിട്ട് മനസ്സിലായിട്ടില്ല. അപ്പൊ ഞാനതുകൊണ്ട് ഞാൻ കൂടുതൽ കീനായിട്ട് ഞാൻ ശ്രദ്ധിക്കാറില്ല. പിന്നെ ഫോറം കേരള പോലത്തെ അത് എനിക്ക് വളരെ സന്തോഷമായി കേട്ടോ നിങ്ങൾ എന്നെ തുറന്നു പറഞ്ഞത്. അതിൻ്റെ അകത്ത് ഈ സർക്കാസം മാത്രമേ ഉള്ളൂ. അങ്ങനെ തെറിവിളി അങ്ങനത്തെ ഉള്ള പരിപാടിയൊന്നുമില്ല. വളരെ മാന്യമായിട്ട് അവര് കളിയാക്കും. അതിനകത്ത് ഇപ്പം നമ്മുടെ രോഹിത് വിഎസ് ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് നമ്മുടെ കളയുടെയൊക്കെ അദ്ദേഹം ഉണ്ടായിരുന്നല്ല. ചിലപ്പോ ഈ പെന്നേമായതുകൊണ്ട് രോഹിത്തിന്റെ പേര് വേറെന്തോ ആയിരുന്നു. ഇപ്പൊ ഈ ടിപ്പർ വാസു എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ പേര് ശരിക്കും സജിൻ എന്നാണ്. അപ്പൊ ഇവര് അന്ന് ഒരു ഓൺലൈൻ ഇന്റർവ്യൂ ഒക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ ഇവരുമായിട്ട് പരിചയപ്പെടുന്നത്. പക്ഷെ ഇപ്പൊ അതില്ലെന്ന് തോന്നുന്നു അല്ലേ? അതിൻ്റെ അകത്ത് ആ ലിങ്ക് ഇല്ലേ, ഈ സൈജു ഗ്രൂപ്പ് വേഴ്സസ് ഇങ്ങനെ കുറെ നടന്മാരുടെ പേര്, അതാണ് ആദ്യമായിട്ട് 5000 പേജ് കംപ്ലീറ്റ് ആയത്. എന്നിട്ട് അതിന്റെ ഒരു കേക്ക് കട്ടിങ് സെറമണി ഒക്കെ ഉണ്ടായിരുന്നു ബാംഗ്ലൂർ വെച്ച്. അതൊക്കെ ഫോട്ടോസ് ഒക്കെ അയച്ചു തന്നായിരുന്നു അവര്.